ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റ്. സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. സൺഡേ ആയിക്കൊണ്ട് പിള്ളേരെല്ലാവരും ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ആദ്യം ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് 2 ലെഗ് ഇട്ടിട്ടുണ്ട്, അതേപടി 2 പേർക്കുള്ളതാണ് പിള്ളേർക്ക്. അപ്പോൾ കഴുകിയെടുത്ത ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി പുരട്ടി മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി റെഡിയാക്കി വെക്കണം. ഇനി വേണ്ടത് പച്ചമല്ലി, പെരിഞ്ചീരകം, അതുപോലെ കറിവേപ്പില, കുരുമുളക്. ഇവ 2 സ്പൂൺ വീതം എടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഇത് 1.5 കിലോ ചിക്കനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം 2 സ്പൂൺ വീതം മതി. മല്ലി, കുരുമുളക്, അതുപോലെ പെരിഞ്ചീരകം, കറിവേപ്പിലയും ഇതെല്ലാം കൂടി സിമ്മിലിട്ട് വേണം നമ്മൾ ചൂടാക്കി എടുക്കാൻ. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു ഇടികല്ലിനകത്ത് വെച്ച് നന്നായിട്ട് പൊടിക്കണം. തരിതരിയായിട്ട് പൊടിച്ചാൽ നന്നായി പൊടിയേണ്ട, തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം. ദിസ് ഈസ് കമ്മിങ് ഫ്രം സൗദി അറേബ്യ. അപ്പം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനിച്ചട്ടി ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് വഴറ്റാം. കൂടെ പച്ചമുളകും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഇവയെല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വഴണ്ട് വന്ന ഇഞ്ചി ഉള്ളിയുടെയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേകട്ടെ. അതിന് ശേഷം നമുക്ക് സവാളയും അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച മസാലക്കൂട്ടും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ചേർക്കാൻ ഒരു ഐറ്റം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ലാസ്റ്റ് സവാള ഇടുന്ന കൂട്ടത്തിൽ തന്നെ. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ച് കഴിക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി നമുക്ക് വാങ്ങാം. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.